അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദുമാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഫറാസയുടെ ഈ പ്രൗഢഗംഭീരമായ വേദിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് കുതിരബലിയുടെ പ്രായശ്ചിത്തം. എന്നാൽ ഞാൻ തുടങ്ങുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. ആഗോള ചക്രവർത്തിയായ സുലൈമാൻ നബിയുടെ കൊട്ടാരം. ജിന്നുകളും പിശാചുകളും ഒക്കെയായിരുന്നു അവിടുത്തെ പറവുകാർ. വെയിലും മഴയും ചൂടും തണുപ്പുമൊന്നും അവർക്കൊരു പ്രശ്നമല്ലായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവരെല്ലാം സുലൈമാൻ നബിയുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുകയായിരുന്നു. ഒരു നിമിഷവും വെറുതെ ഇരിക്കാതെ അവിശ്രമമായി അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഒരു നിമിഷമെങ്കിലും വെറുതെ ഇരിക്കേണ്ടി വന്നാൽ ആ നിമിഷം അവർ മുമ്പ് നിർമ്മിച്ചതെല്ലാം നശിപ്പിച്ചു കളയും. അതിനാൽ ഇടമുറിയാതെ ജോലി ചെയ്യാനുള്ള സംവിധാനമെല്ലാം സുലൈമാൻ നബി അവർക്ക് ഒരുക്കിയിരുന്നു. ഒരു മധ്യാഹ്നത്തിൽ അവരുടെ ജോലി നേരിട്ട് പരിശോധിക്കാൻ സുലൈമാൻ നബിയൊക്കെ ഇടയിലേക്ക് ചെന്നു. തൻ്റെ മുന്തിയ തരം കുതിരകളെ തീറ്റുന്ന ജോലിയിലായിരുന്നു അവരുടെ ഒരു വിഭാഗം. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആ കുതിരകളിലേക്ക് തിരിഞ്ഞു. 900 കുതിരകളുള്ള ഒരു വ്യൂഹമുണ്ടായിരുന്നു അവിടെ. തൻ്റെ കുതിരപ്പടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ലക്ഷണമൊത്ത ഏറ്റവും നല്ല കുതിരകളായിരുന്നു അവ. കുതിരയുടെ ചന്തവും മേനവും ആസ്വദിച്ച് എല്ലാം വിസ്മരിച്ച് അദ്ദേഹം അവിടെ ഇങ്ങനെ നിന്നുപോയി. താൻ പൊരി വെയിലത്താൻ നിൽക്കുന്നത് കാലം പോലും അദ്ദേഹം അറിഞ്ഞില്ല. മനസ്സ് നിറയെ കുതിരയുടെ സൗന്ദര്യമായിരുന്നു. പിശാചുകൾ, ജിന്നുകൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയെല്ലാം അല്ലാഹു തആല സുലൈമാൻ നബിക്ക് അടിമപ്പെട്ട് കൊടുത്തിരുന്നു. നബിയുടെ വാക്കുകൾ ശിരസാവഹിക്കുന്നവയായിരുന്നു ഇവയിലെല്ലാവരും. അതുകൊണ്ട് തന്നെ അവയോടെല്ലാം പ്രത്യേകം സ്നേഹം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൃഗം കുതിരകളായിരുന്നു. കുതിരയെ നോക്കി ആസ്വദിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം എല്ലാം മറന്ന് നിവൃത്തിയിൽ ലയിച്ചു. ഒരു നിമിഷം പോലും ദൈവചിന്തയിൽ നിന്ന് വിട്ടുമാറാത്ത അദ്ദേഹം കുറേ നേരത്തേക്ക് അള്ളാഹുവിനെ വിസ്മരിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, കുതിരപ്രേമമായിരുന്നു ഇതിന് കാരണം. മധ്യാഹ്നം മുതൽ സൂര്യാസ്തമയം വരെ അദ്ദേഹം ഒരേ നിൽപ്പ് തുടർന്നു. അസർ നമസ്കരിക്കാൻ വരെ അദ്ദേഹം മറന്നു. സന്ധ്യാസമയത്തിനോടടുത്ത് ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് പരിസരബോധം വന്നത്. നബി സ്വപ്നലോകത്തിൽ നിന്നുണർന്നു. അള്ളാഹുവിൻ്റെ സ്മരണയെ കൈവിട്ടുപോയ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി. നബിയുടെ ഹൃദയത്തെ അത് മന്ദിച്ചു. ഈ തെറ്റ് മനഃപൂർവ്വമല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അപരാധമായിരുന്നു. അങ്ങനെ ഈ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ 900 കുതിരകളെയും അള്ളാഹിനു വേണ്ടി ഭജിക്കുകയാണ് ഏറ്റവും ഉത്തമമെന്ന് അദ്ദേഹം കരുതി. അങ്ങനെ ഇവയെല്ലാം ബലിയർപ്പിച്ച് ഇവയുടെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ അദ്ദേഹം നിശ്ചയിച്ചു. തൻ്റെ ധനമോഹത്തിന് ഈ പ്രായശ്ചിത്തം അറുതി വരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ താൻ പ്രാണതുല്യം സ്നേഹിക്കുന്ന ഈ 900 കുതിരകളെയും അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിച്ചു. ഈ അള്ളാഹുവിൻ്റെ സ്മരണയെ കൈവിട്ടുപോയ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് കണ്ണീരൊഴുകി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചെടുത്തു. അങ്ങനെ എല്ലാം പശ്ചാത്തപിച്ച് ശുദ്ധീകരിച്ചെടുത്തു. ദൈവത്തിനോട് ഏറ്റവും അടുത്തവരാണ് പ്രവാചകന്മാർ. എന്നാൽ കുറച്ച് മണിക്കൂറുകൾക്ക് മാത്രം അള്ളാഹുവിനെ മറന്നുപോയ സുലൈമാൻ നബിക്ക് താൻ പ്രാണതുല്യം സ്നേഹിക്കുന്ന ഈ 900 കുതിരകളെയും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നാം ദൈവസ്മരണം നിലനിർത്തിയതിൻ്റെ ആവശ്യത്തിലാക്കാണ് ഈ കഥയുടെ ഗുണപാഠം നമ്മെ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് നാം ദൈവസ്മരണം നിർത്തണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.